അണ്ണാ ഈ അമ്മ കൊത്താന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതെന്താ കൊള്ള സംഘം? അമ്മ കൊത്താൻ വന്നവൾ അമ്മ കൊത്തിയാ മതി, മുറത്തി കയറി കൊത്തരുത്. അത് ഞാൻ കൊത്തിക്കോളാം. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറ. മിണ്ടരുത്, ഇപ്പോ വർമ്മ വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 പ്ലേറ്റ് വേണം. എന്തോന്നാ? ഷവർമ്മ. ഷവർമ്മ അല്ല, ഞങ്ങളുടെ ബോസ് വർമ്മ. ബോസാ? ബോസ് അല്ല, ബോസ്. ബോസ്. ആ, നല്ല ബാസ് ഉണ്ട്, അങ്ങനെ പറഞ്ഞാ മതി. അണ്ണാ, അണ്ണൻ ഈ പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണോ ഈ ബോസിന്റെ? എന്ത് ബർത്ത്ഡേ? അല്ല, ഒരു ചേട്ടൻ നിന്നതേ കഞ്ഞിയും പയറൊക്കെ വെക്കുന്നു. എന്റെ പെങ്കൊച്ചി, അതിലൊന്നും ഞാൻ ചാടല്ലേ, ഇങ്ങോട്ട് മാറിക്ക്. അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും. ബോസ് വരുന്നു, ബോസ് വരുന്നു. മിണ്ടരുത്, സൈലൻസ്. இந்த தர்மனுடைய ஆளை கொன்னிட்டு நின்ன சும்மா விட்டுட மாட்டேன். டேய், தர்மன் செய்கின்ற ஜோலி தர்மம் செய்யும், அது கரெக்ட். தர்மனிட்டு வந்து செய்கிற ஜோலி கரெக்டா செய்யணும். எனக்கு இது ஹோபி அல்லடா, 100% പ്രൊഫഷണൽ. മനസ്സിലായോ? എന്നെ കൊല്ലല്ലേ ബോസിന് ദേഷ്യം വന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ ആരെങ്കിലും തല അടിച്ചു പൊട്ടിക്കണം. അഥവാ തല കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മെറ്റലിട്ട് കൊടുക്കും. അതിന്റെ ബോസ് അടിച്ചു പൊട്ടിച്ച് ഇതിനെ ഞാൻ മറിച്ച് വെക്കും. ഇതാണ് എന്റെ സൈഡ് ബിസിനസ്. അതുകൊണ്ടോ അവനെ അടിക്കാൻ വേണ്ടി എത്താത്തോണ്ടേ പുള്ളിയുടെ തല അടിച്ചു പൊട്ടിക്കും. ഇവനടുത്ത് ടാങ്കിലിടാ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അത്രയും വലിയ കഞ്ഞി പാത്രത്തിലെടുത്ത് അയാളെ എടുത്തിട്ടാ ആ കഞ്ഞി എങ്ങനെ കുടിക്കും? കഞ്ഞി അത് കഞ്ഞിയല്ല, പിന്നെ അത് സൾഫ്യൂറിക് ആസിഡ്. സുൽഫിക്കാന്റെ എന്തോന്ന്? സുൽഫിക്കാന്റെ അല്ല, മമ്മദ് കാന്റെ. എന്തോന്ന്? അത് സൾഫ്യൂറിക് ആസിഡ് ആണ്. അതിനകത്ത് മുക്കി വെക്കണേ. അതെന്തിനകത്ത് മുക്കുന്നത്? ബോസിന് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അവരെ സൾഫ്യൂറിക് ആസിഡിൽ മൂക്കി എന്ത് വേരിച്ച് കൊല്ലും അവരെ. എന്തിന്? ബോസ് പണ്ട് തട്ടുകടയിലായിരുന്നു. തട്ടുകടയിൽ പലഹാരം പൊരിക്കലായിരുന്നു ബോസിന് ജോലി. എണ്ണയിൽ പലഹാരം ഇങ്ങനെ തിളച്ച് പറഞ്ഞത് ബോസിന് ഒരു ഹരമായി മാറി. ഇപ്പൊ ബോസ് ആരെ പകയുണ്ടെങ്കിലും ആസിഡിലിട്ട് കൊല്ലും. നീ വിളച്ചിലെടുക്കലും നിന്നെയും ആസിഡിലിടും. ഒരു പാട്ട് പോടാ. ഇപ്പൊ എന്തിനാ പാട്ട് വെക്കുന്നത്? അവൻ ആസിഡിൽ കിടന്ന് വെന്തുരുന്നതിന്റെ സന്തോഷമാണ്. അതിന് ഞങ്ങൾ പാട്ടിടും, ഡാൻസ് ചെയ്യും. അയ്യോ, ഒന്ന് നിർത്താമോ? ഇവളേതാടാ? ബോസ്, ഇവളാണ് അമ്മി കൊത്താൻ വന്നത്. ഏത് അമ്മച്ച പിടിച്ച് കൊത്താൻ? അമ്മച്ചിയല്ല, അമ്മി കൊത്താൻ. നമുക്ക് അമ്മി കൊത്താൻ വ്യാജന ഇവളെ കൊണ്ട് നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കിപ്പിക്കാം. ബുദ്ധിമാനെ, ബുദ്ധിമാനെ, ബുദ്ധിമാനെ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കല്ല് കൊത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു AC-യോ ഒരു ഫാനോ വെക്കണം. അല്ലെങ്കിലേ വാഴക്കുല പഴുപ്പിക്കാൻ വെച്ച പോലെ മൊത്തം അവിഞ്ഞു പോകും. ടൈലർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ബ്ലൗസ് ഒന്ന് തയ്ക്കാനുണ്ട്. ബ്ലൗസ് അങ്ങനെ തയ്ക്കണ്ട. 2 ആഴ്ച എന്റെ നിക്കറിന് അടിവശം കയറിട്ടോ, ഞാൻ തയ്പ്പിക്കും. ടൈലറെ വിളി. അയ്യോ, ടൈലർ അല്ല, ജയിലർ മുത്തുവേൽ പാണ്ഡ്യൻ. പൂരം കാത്തിരുന്ന് അപ്പൊ തന്നെ അങ്ങോട്ട് മേടിച്ചിട്ട് പോയി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ സൂപ്പർ ആയിട്ടുണ്ട്? അടിക്കണം, നല്ല സാധനമാണ്. നല്ല സംഭവം. അയ്യോ, ടാങ്ക് കിടന്ന് അനങ്ങുന്നു.
എടാ, ബോസേ സൾഫ്യൂരിക് ആസിഡ് ഇട്ടവൻ ചത്തില്ല. എന്തുവാണ് സൾഫർ ഗ്യാസ് മുക്കിയില്ലേ ഇവര്? ബോസേ ഒരാഴ്ചയായി സൾഫ്യൂരിക് ആസിഡ് തീർന്നിട്ട് ഞാൻ ബോസിന്റെ അടുത്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നാ ഇല്ല. അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഇല്ലാത്തോണ്ട് ഞാൻ അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നത്. പച്ചവെള്ളത്തിൽ വേണ്ട വേഗം പോടാ പൊള്ളു പോടാ. പച്ചവെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പൊള്ളും. ഇവരെ വെള്ളത്തിൽ പൊക്കി കൊല്ലും ഞാൻ. ഹലോ എന്നെ ആരെങ്കിലും വിളിച്ചാ? നിന്നെ ആരും വിളിച്ചില്ലടാ. പിന്നെ ഷൂന്ന് കേട്ടതാ. എടാ അത് ഞങ്ങൾ ഇവിടെ സ്പ്രേ അടിച്ചതാ. ഷൂ 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 ഷൂ. എന്നാ എനിക്ക് കൂടി 2 അടിതാ. നിനക്ക് 2 അല്ല 4 അടി തരാം ഞാൻ. ഓട് പട്ടി ഇനി മുങ്ങിയ കൊല്ലും ഞാൻ നിന്നെ. അത് പോട്ടെ, താനെന്തിനാ വന്നേ? താനെന്തിനാ വന്നേന്നോ? ഞാൻ എന്തിനാ വന്നാ? കണ്ടിട്ട് വന്നാ അത് മേടിക്കാൻ വന്നാ? ഹുക്കും മുക്കും. ടൈഗർ കാ ഹുക്കും. ഓ ടൈഗറിന്റെ കുക്കാണല്ലേ എവിടത്തെ? ഹുക്കല്ലെന്ന് चोली के पीछे क्या है? चोली के पीछे चोली के पीछे क्या है? നിർത്താൻ ഞാൻ എന്തിനാ വന്നെന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ബോസേ ഇതാണ് ടൈഗർ കാ ഹുക്കും. അതെന്റെ പേര്. ഞാൻ വന്നത് എന്തിനാന്ന് പറയാൻ. ബോസേ നമ്മൾ ഇവിടെ ഒരു ചെറുക്കനെ പിടിച്ച് തടങ്കലിട്ടിട്ടില്ലേ? ആ ചെറുക്കന്റെ അച്ഛനാണിത്, ജയിലർ. പുള്ളി ആ ചെറുക്കനെ കൊണ്ടുവരാണ് വന്നത്. തരത്തില്ല, തരത്തില്ല. കൊണ്ടുപോകും ഞാൻ. ഇല്ല, അവനെ കടയിൽ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കാം. അവനെ ഞാൻ കൊണ്ടുപോകും. എല്ലാം കൂടുതൽ കൊണ്ടുപോട്ടല്ലേ. ബോസ് മണ്ടത്തരം കാണിക്കരുത്. അവനെ കൊടുത്താൽ എങ്ങനെ നമ്മൾ മറ്റേ ആവശ്യം നേടിയെടുക്കും? ശരിയാണല്ലോ. അത് പറ്റില്ല. അങ്ങനെ തരത്തില്ല. സാധനം കൊണ്ടുപോവാ. ഈ സാധനം ഞങ്ങൾക്ക് തന്നാൽ മകരെ കൊണ്ട് ഇവിടുന്ന് പോകാം. ഇതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. അതുമല്ലേ ഉണ്ടല്ലോ. ഈ സാധനം ഞങ്ങൾക്ക് തന്നാൽ മകരെ കൊണ്ട് പോകാം. ഇതെന്താ കന്നഡയോ? കല്ലടയോ? ചപ്പണ്ടി ചമ്മണ്ടി ബോസേ ആരെയിരിച്ച് പിടിക്ക്. ചപ്പണ്ടി ചമ്മണ്ടി. ബോസിന്റെ തലയല്ല, ബോർഡിന്റെ തല തിരിച്ചു പിടിക്കാൻ. ഓഹോ, ഈ സാധനം തന്നാൽ മോനെ കൊണ്ട് പോകാം. ബിവറേജ് കോർപ്പറേഷൻ. അതെ. അതെ. എന്തിന്? എന്തിനാന്നോ? കഴിഞ്ഞ 1 വർഷം ഞങ്ങൾ ശില്പം ഉണ്ടാക്കി വിറ്റപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് വെറും 1500 കുണുവ. എന്നാൽ ഈ ബീവറേജ് കോർപ്പറേഷൻ ഒരു ഓണം കൊണ്ട് സമ്പാദിച്ചത് 700 കോടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സ്വന്തമായി കിട്ടണം. ഞങ്ങൾ എല്ലാ മാസവും ഓണവും ക്രിസ്മസും ആഘോഷിച്ച് ഞങ്ങൾ മുതലാളിമാരാവും. അതെ. മനസ്സിലായോ? ഈ ബിവറേജ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനം. മദ്യപാനികളുടെ കരളാണ്. ഈ കരളെടുക്കാനുള്ള അവകാശം ബിവറേജ് കോർപ്പറേഷന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ കരളെടുത്തോണ്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ നന്നാകുകയും വേണ്ട, എനിക്ക് ആ കൊച്ചിനെ വേണ്ട, എന്റെ മോനെ വേണ്ട, എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ചീറ്റിപ്പോയി ബോസ്. എന്തെങ്കിലും തന്നിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോകാൻ പറയും. അതെ, എന്തേലും തന്നാ കൊച്ചിനെ കൊണ്ടുപോകും. ഭയങ്കര കരയില്ല ചിറങ്ങി കിടന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തരാൻ പറ്റിയ ഒരൊറ്റ സംഭവം ഉള്ളു നിങ്ങൾക്ക്. മതി, എന്തായാലും കുഴപ്പമില്ല. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അതിങ്ങോട്ട് വന്നേ. ചിലപ്പോ ബീവറേജ് കോർപ്പറേഷനിലും വലുതെന്തെങ്കിലും നമുക്ക് തന്നാലോ? ആയിരിക്കും. എന്റെ കണക്കൂട്ടൽ എന്നാണെന്നറിയോ? നമ്മുടെ അമേരിക്കയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ പേര് ബിൽഡിങ്. അതെ, അത് ഇതിലുള്ള പരിപാടിയായിരിക്കും. അതാണെങ്കിൽ കുഴപ്പമില്ല ബോസ്, നമുക്ക് അമേരിക്കയിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരൊറ്റൊരു സംഭവം ഉള്ളു. ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോളാം. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അത് ശരി. ഇംഗ്ലീഷ് അക്ഷരമാല എഴുതി തന്നിട്ട് ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടാനോ? ചൂറ്റേക്ക് പൊട്ടിക്ക് ഞാൻ. അവൻ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? KSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്റെ ദൈവമേ, നഷ്ടത്തിലോടുന്ന സാധനം എന്റെ തലയിൽ വെക്കാനോ? അതിൽ നല്ലതല്ലടാ ആസ്വിട്ട് വീപ്പിക്കാത്തടത്ത് ചാടി ചാകുന്നത്. വാടാ കൂട്ടത്തോടെ ചാടിക്കോ.